ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ 2016 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ബിലോ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 15 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ടാൻജൻസ് പി ക്യു ആൻഡ് പി ആർ. ചുവടെ ചിത്രത്തിൽ വൃത്തത്തിന്റെ ആരം 15 സെന്റിമീറ്റർ ആണ്. പി ക്യു, പി ആർ എന്നീ തൊടുവരകളുടെ നീളം കണ്ടുപിടിക്കുക. ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രമാണ് O. ക്യു ആർ എന്നീ രണ്ട് പോയിന്റ്സിലേക്ക് പിയിൽ നിന്ന് രണ്ട് തൊടുവരകൾ അഥവാ ടാൻജൻസ് വന്നിട്ടുണ്ട്. പി ക്യു, പി ആർ. ഇവയുടെ ലെങ്ത്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് പി ക്യു ആൻഡ് പി ആറിന്റെ നീളം കണ്ടുപിടിക്കാൻ. അതിനായിട്ട് ഓയിൽ നിന്ന് പിയിലേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇപ്പോ ഇവിടെ നമുക്ക് ഒ ക്യു പി എന്നും ഒ ആർ പി എന്നും രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്, അഥവാ രണ്ട് ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഒരു വൃത്തം. ആ വൃത്തത്തിന്റെ റേഡിയസും ടാൻജൻസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു വൃത്തത്തിന്റെ ആരവും തൊടുവരയും തമ്മിലുള്ള കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഈ വൃത്തത്തിന്റെ ടാൻജന്റ് അഥവാ തൊടുവരയാണ് പി ക്യു. ഈ വൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് ആണ് ഒ ക്യു. അപ്പോൾ ഒ ക്യുവും പി ക്യുവും തമ്മിലുള്ള ആംഗിൾ അഥവാ കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ഒ ക്യു പി ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അഥവാ ഒ ക്യു പി എന്ന ഈ ത്രികോണം ഒരു മട്ട ത്രികോണമാണെന്ന് പറയാം. ഇനി നമുക്ക് ആ ഒരു ട്രയാങ്കിളിനെ ഒ ക്യു പി എന്ന ഈ ഒരു ട്രയാങ്കിൾ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമായിട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ഈ പോയിന്റ് ഒ, ഈ പോയിന്റ് ക്യു, ഈ പോയിന്റ് പി, ഇത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോടെന്യൂസ് അഥവാ കർണം ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡായ ഒ പി ആണ്. ഇനി ഇവിടെ നമുക്കറിയാം ഒ എന്ന പോയിന്റിലെ ഈ ആംഗിൾ അഥവാ കേന്ദ്ര കോണിനെ കറക്റ്റ് നടുവിലായിട്ടാണ് കട്ട് ചെയ്ത് ലൈൻ പോയിട്ടുള്ളത്. അതായത് ഇത് ടോട്ടൽ 120 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ പകുതി എത്രയാണ്? 60 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ആംഗിൾ എന്നത് 60 ഡിഗ്രിയാണ്. അതുപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പൊ അതിലെ 90 ഡിഗ്രി ഇവിടെ ഉണ്ട്. 180ൽ നിന്ന് 90 പോയി കഴിഞ്ഞാൽ 90 ഡിഗ്രി തന്നെ. ഇനി അതിൽ നിന്ന് 60 ഡിഗ്രി പോയി കഴിഞ്ഞാൽ 30 ഡിഗ്രി. അതായത് ഈ മൂന്നാമത്തെ ആംഗിൾ പി എന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിൾ ഒ ക്യു പിയുടെ 3 ആംഗിൾസ് ഏതൊക്കെയാണ്? 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി. ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഈ രീതിയിൽ റേഷ്യോ ആയിട്ടുള്ള കോണുകളാണ് നമ്മുടെ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിനുള്ളത് എങ്കിൽ അവയുടെ സൈഡുകളുടെ ലെങ്ത് ഏത് റേഷ്യോയിലായിരിക്കും? 1:√3:2 എന്ന റേഷ്യോയിലായിരിക്കും. അതായത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഒന്നാണെങ്കിൽ ആ സൈഡിനോട് √3 ഗുണിച്ചതായിരിക്കും 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഇനി 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഒന്നാണെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ഇരട്ടിയാണ്. അതായത് ഒന്നിന്റെ ഇരട്ടി എത്രയാണ്? 2 ആണ്. ഇപ്പോൾ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 10 ആയിരുന്നെങ്കിലോ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ത് വരും? 10ന്റെ കൂടെ √3 ഗുണിച്ചതായിരിക്കും. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ത് വരും? 10ന്റെ ഇരട്ടി 20. ഈ രീതിയിലാണ് എന്ത് ചെയ്യുക? ഈ റേഷ്യോ നമ്മൾ ഉപയോഗിക്കുക. ഇത് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒ ക്യു എന്നത് ഈ വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരമാണ്. റേഡിയസ് എന്നത് 15 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഒ ക്യുവിന്റെ ലെങ്ത് എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ്. അതായത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു തിയറി പ്രകാരം 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 15 ആണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അതായത് ക്യു പി എന്ന സൈഡ് എത്രയായിരിക്കും? 15√3 ആയിരിക്കും. അതായത് 15ന്റെ കൂടെ √3 ഗുണിച്ചതായിരിക്കും. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അപ്പൊ എന്തായിരിക്കും? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിന്റെ ഇരട്ടി. 15ന്റെ ഇരട്ടി എത്രയാ? 30. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇവിടെ 15 ആണ്. അപ്പോൾ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 15√3 ആണ്. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 30 ആണ്.
ഇനി അത് നമ്മുടെ ചിത്രത്തിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ QP എന്നത് 15√3 അപ്പൊ നമുക്കിവിടെ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. PQ PR എന്നീ ടാൻജൻസ് അഥവാ തൊടുവരകളുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. PQ 15√3 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ PR എത്രയാണ്? ഇവിടെ ഇതിലെ മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ മനസ്സിലാവും. ഒരു പോയിന്റിൽ നിന്ന് രണ്ട് തൊടുവരകൾ അഥവാ ടാൻജൻസ് മാത്രമേ ഒരു സർക്കിളിലേക്ക് വരയ്ക്കാൻ കഴിയുകയുള്ളൂ. അവ രണ്ടും തുല്യമായിരിക്കും. ഇവിടെ PA = PB. അതുപോലെ ഇവിടെ എന്താണ്? PQ = PR = 15√3 സെന്റിമീറ്റർ. രണ്ടാമത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ വിത്ത് എ റേഡിയസ് ഓഫ് 4 സെന്റിമീറ്റർ. മാർക്ക് എ പോയിന്റ് P outside the circle 8 centimeter from the center of the circle. Draw 2 tangents to the circle from P. Measure and write down the lengths of the tangents. 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിന് വെളിയിൽ വൃത്തകേന്ദ്രത്തിൽ നിന്നും 8 സെന്റിമീറ്റർ അകലെ P എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. Pയിൽ നിന്ന് വൃത്തത്തിലേക്ക് 2 തൊടുവരകൾ വരയ്ക്കുക. തൊടുവരകളുടെ നീളം അളന്നെഴുതുക. ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ സർക്കിൾ വിത്ത് എ റേഡിയസ് ഓഫ് 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. അതിനായിട്ട് കോമ്പസിൽ 4 സെന്റിമീറ്റർ അളന്നതിന് ശേഷം 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാർക്ക് എ പോയിന്റ് P outside the circle 8 centimeter away from the center of the circle. ഇതാണ് നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇവിടെ നിന്നും 8 സെന്റിമീറ്റർ അകലെയായി P എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് സെന്ററിൽ നിന്ന് സ്കെയിൽ ഉപയോഗിച്ച് 8 സെന്റിമീറ്റർ അളക്കണം. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് എത്രയാണ്? സെന്റർ നമുക്ക് O എന്ന് പോയിന്റ് ഇടാം. Oയിൽ നിന്ന് Pയിലേക്കുള്ള ദൂരം എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ 2 ടാൻജൻസ് ടു ദ സർക്കിൾ ഫ്രം P. ഈ P എന്ന പോയിന്റിൽ നിന്നും നമുക്ക് 2 ടാൻജൻസ് നമ്മുടെ സർക്കിളിലേക്ക് അഥവാ വൃത്തത്തിലേക്ക് വരയ്ക്കണം. അതിനായിട്ട് Oയിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അതിന്റെ കറക്റ്റ് പകുതി അത് എത്രയാണ്? 4 സെന്റിമീറ്റർ. അത് എവിടെ വരും? ഈ പോയിന്റിലാണ് അത് വരുന്നത്. ഈ പോയിന്റിൽ നമ്മുടെ കോമ്പസ് വരച്ച് Pയിലേക്കുള്ള ദൂരം റേഡിയസ് അഥവാ ആരമാക്കി. അത് എത്രയാണ്? ഇവിടെ 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടേക്ക് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ഇവിടേക്കും 4 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം Pയിലേക്കുള്ള ദൂരം റേഡിയസ് ആക്കി വീണ്ടും ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കാം. ഈ 2 സർക്കിൾസും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്സിലാണ് ടാൻജൻസ് വരുന്നത്. ഇനി Pയിൽ നിന്നും ഈ 2 പോയിന്റ്സിലേക്കും സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. ഇതാണ് Pയിൽ നിന്നും നമ്മുടെ സർക്കിളിലേക്ക് വരുന്ന 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മെഷർ ആൻഡ് റൈറ്റ് ഡൗൺ ദ ലെങ്ത്സ് ഓഫ് ദ ടാൻജൻസ്. തൊടുവരകളുടെ നീളം അളന്നെഴുതുക. ഇവിടെ നമ്മളോട് മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇവിടെ നമ്മളോട് ജസ്റ്റ് മെഷർ ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് Pയിൽ നിന്ന് ഇവിടെ ഈ പോയിന്റ് നമുക്ക് R എന്നും ഈ പോയിന്റ് നമുക്ക് Q എന്നും ഇടുകയാണെങ്കിൽ Pയിൽ നിന്ന് Rലേക്കുള്ള ഡിസ്റ്റൻസ് സ്കെയിൽ ഉപയോഗിച്ച് അളക്കുക. അങ്ങനെ അളക്കുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 6.93 എന്നൊരു ലെങ്ത് കിട്ടും. അതാണ് നമ്മുടെ ടാൻജന്റിന്റെ നീളം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2017 SSLC എക്സാമിനേഷനിൽ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്